പാലക്കാട് ജില്ലയിലെ ഒരു നാടൻ കലാരൂപമാണ് പൊറാട്ട് നാടകം. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിലാണ് പ്രധാനമായും പൊറാട്ട് നാടകം അരങ്ങേറുന്നത്. സാധാരണയായി മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളിൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ വേളയിലാണ് ഈ നാടകം അരങ്ങേറുന്നത്. നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ് പൊറാട്ട് നാടകം അഥവാ പൊറാട്ട് കളിയിലെ പ്രധാന വിഷയം. സവർണ മേധാവിത്വത്തിൻ്റെ കാലത്ത് ക്ഷേത്രകലകൾ ആസ്വദിക്കാൻ അനുവാദമില്ലാത്ത പുറജനങ്ങളുടെ കലാരൂപമായതിനാലാണ് പൊറാട്ട് കളി എന്ന് പേര് വന്നത്. ഇന്നിവിടെ പൊറാട്ട് കളി അവതരിപ്പിക്കുന്ന കലാകാരെ പരിചയപ്പെടുത്താം. ടി പകാൻ എന്ന മണിയാശാൻ, കെ കൃഷ്ണൻ, ടി കൃഷ്ണൻ, ബിജു ആർ, സി കുഞ്ചുകുട്ടൻ, സി മണി, സുധി കെ, കെ പൊന്നുകുട്ടൻ, വേലായുധൻ വി, വേലായുധൻ ആർ. ഗുരു പാദം പണങ്ങി വരുമ്പോ എന്റെയാണോ എന്ന് നിങ്ങളുടെ പിന്നെ എനിക്കറിയുമല്ലോ. എന്റെ കാര്യമല്ലേ അവളിന്റെ നിന്റെ അല്ലേ കുട്ടി. എന്റെ വന്നിട്ട് എവിടെയാണ്? എന്റെ വന്ന് അവിടെ തന്നെ. നന്നായി. അവളെ പറഞ്ഞാൽ എവിടെ? അത് എവിടെ കുട്ടി? അവിടെ പറഞ്ഞില്ല എവിടെയാണ്? ഇതാ തെക്ക് 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 തെക്ക്. അന്ന 2 ഗ്ലാസ് കൊണ്ട അത് കുടിക്കേണ്ട കാര്യമല്ല. ഈ തെക്ക് എവിടെ? തെക്ക് എവിടെ കുട്ടി? ഈ തെക്ക് പറഞ്ഞാലേ തെക്ക് തിരുവനന്തപുരം ആലുവ അമ്പലപ്പുഴ. ഓ തെക്ക് തിരുവനന്തപുരം ആലുവ അമ്പലപ്പുഴ. ഇരട്ടിക്കടവ് പറയും നിങ്ങൾക്ക്? ഇരട്ടിക്കടവ്. പിന്നെ ഇരട്ടിക്കടവ് എനിക്കറിയില്ലേ? എനിക്കറിയും. അറിയോടി കുട്ടി? എനിക്കറിയും. ഇരട്ടിക്കടവ് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. ഓ ഇരട്ടിക്കടവ് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് പിന്നെ എനിക്കറിയുമല്ലോ. നമ്മളിതിന്റെ ഉള്ളില് അണയാറിന്റെ ഉള്ളിൽ ഒരു വിളക്ക് വെച്ചിട്ടില്ലേ? അതെ. ആ വിളക്ക് ആ തമ്പുരാട്ടിന്റെ കൃപ കൊണ്ട് കാറ്റിലങ്ങാണ്ട് കെട്ടാ അവിടെ എന്തായി? അവിടെ ഇരുട്ടാകും.
അപ്പൊ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴോ അത് കടവാകും. രണ്ടും കൂടി ചേർത്തി അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ ഇരുട്ട് കടവ്. റെഡിയായില്ലേ? അപ്പായല്ല. നിന്റെ അപ്പം കുപ്പായി ആ കളവിന്റെ കാര്യമല്ലേ ചോദിച്ച്? അതായത് ആലുവായി അമ്പലപ്പുഴ പാട്ടോല ഇരുട്ടക്കളവ് സ്ഥലത്തിന്റെ പേരാ. ഓ പാട്ടോല ഇരുട്ടുകടവ്. അപ്പൊ കുട്ടിയെ എന്റെ വീട്ടിന് ജാതി തന്നെ എന്തമ്മ കൃഷ്ണച്ചാ എന്തേ ഈ പെണ്ണി നേരത്തെ വന്നിട്ട് കോ എന്ന് പറഞ്ഞ എടാ, അവൾ ദീർഘത്തോടെ പറഞ്ഞില്ലേ ആ കോ എന്ന് വെച്ചാൽ എന്താണ് എന്ന് അക്ഷരം മുറിച്ച് പറയണം. അതിനുള്ള സമയങ്ങളില്ലാത്തതുകൊണ്ട് വേഗം ആവണം. കോ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്കറിയില്ല. എനിക്കറിയില്ല. ആദ്യം ആ വള്ളിനെ കൂട്ടി. അയ്യ വള്ളി വേണ്ടാന്ന്. വള്ളി വേണ്ട. എടാ, അക്ഷരത്തിന്റെ വള്ളി. ഓ അക്ഷരത്തിന്റെ വള്ളി വള്ളി. അല്ലാതെ നമ്മുടെ മറ്റേ ആ വള്ളി വള്ളി ഇടുമ്പോ മെല്ലെ ഇടുക. മെല്ലി അങ്ങോട്ട് ഇടുക. കീഴ്പോട്ട് വലിക്കുമ്പോ ശരിക്കും വലിക്കും. ഇതാണ് ഇവിടെയാണ് കിടപ്പ്. എന്തേ മേലെ വള്ളി ഇടുമ്പോ പതുക്കി ഇടുക, കീപ്പിട്ട് വലിക്കുമ്പോ പതിരറ്റ വലി. എടാ, അങ്ങനെയല്ല. അതായത് അക്ഷരം എഴുതുമ്പോൾ നമ്മൾ അത് എഴുതി കാണിക്കുമ്പോൾ ഈ അക്ഷരം ഉണ്ടല്ലോ ഇങ്ങനെ. ഓ ദീർഘവള്ളി. അപ്പൊ ജാതിയിൽ വന്ന് ഓ കുറച്ചാണ്. അപ്പൊ എന്നെ മേലെ കെട്ടി കൊടുത്തിട്ട് നിന്നെ കാണുമ്പോ എനിക്കൊക്കെ തോന്നുന്നുണ്ട്. ആ തോന്നലല്ല, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ത് തോന്നുന്നാ ചോദിച്ചേ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ കെട്ടിച്ചു കൊടുത്തായിരിക്കട്ടെ. നിങ്ങളുടെ തൊഴിലും പ്രവർത്തികളൊക്കെ എന്താണ്? എന്നാ പിന്നെ എന്റെ ഒരു കൈ നോക്കൂ. നമ്മ രണ്ടാള് നോക്കിയാലോ? നമ്മ രണ്ടാള് അത് വേണ്ട. എന്തേ നിങ്ങൾ ആ പണിയും കൊണ്ട് നടക്കണേ? അങ്ങനെയല്ല. അവൾ പറഞ്ഞാൽ അവർ ജാതി എന്താണ് കുറവാണ്. അവർക്ക് ഈ കൈരേഖാബലങ്ങൾ നോക്കുക. കൈരേഖ നോക്കലാണ് രേഖാബലം നോക്കല്. ഈ രേഖാബലം നോക്കാൻ എത്ര നിന്റെ ഫീസ്? പല സൈസിലും വാങ്ങാറുണ്ട്. പല സൈസിലും. അതിനാര് തന്നിട്ട് 101 എനിക്ക് തരേ. ഇവിടുത്തെ കണക്കാക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ പോയാലേ നന്നായി കിട്ടും. ഞാനും അത് ആലോചിക്കണം. ആ വഴിക്ക് പോണ്ടാവണ്ട്. എന്താണ് 101 രൂപ ഫീസ്? എനിക്കൊന്ന് നോക്കാൻ പറ്റും? കാശ് തരുന്നു പറഞ്ഞു വൈരൊന്നും കത്തണ്ട. ഞാൻ കണ്ണി കണ്ടത് പറയും. അന്നാ കല്ലും കൊണ്ടറിയും. അങ്ങനെയല്ല, കയ്യിൽ കണ്ട രേഖകളുടെ ബലങ്ങൾ പറയുന്ന എന്റെ രേഖയിൽ കണ്ടത് പറയുന്ന കണ്ണി കണ്ടത് പറയും. അങ്ങനെ പറയല്ല. നിങ്ങളല്ലേ പൈസ തരുന്നത്? അതെ. നിങ്ങളുടെ കയ്യല്ലേ നോക്കുന്നത്? അച്ഛന് ഇരുന്നോട്ടും നോക്കണം നിന്നിട്ടും നോക്കണം. ഇത്ര നേരം ചാടിച്ചു വീണിച്ചായിരുന്നു കൊണ്ട് നമുക്ക് തിരി കടന്നിട്ട് നോക്കിയത്. എന്താ വല്ല ഇടിപ്പ് വരാകെ ഉണ്ടോ? എടാ, മര്യാദക്ക് ചോദിച്ചത് നിന്നിട്ട് തന്നെ നോക്കണോ അതോ ഇരുന്നിട്ട് നോക്കണോ? പറഞ്ഞ ചേരട്ടെ. ഇരുന്ന് നോക്കാനുള്ള സംവിധാനങ്ങളില്ല. അല്ല, ആയതുകൊണ്ട് നീ നിന്നിട്ട് തന്നെ നോക്കി. അതെ. എന്തേ എടാ, പെണ്ണുങ്ങൾക്ക് ഇടത് കൈ, ആണുങ്ങൾക്ക് വലത് കൈ. ഞാൻ അതല്ലല്ലോ കൊടുത്തത്. എന്നിട്ട് ഇതിന്റെ മുഖത്ത് നോക്കിട്ട് പിയാൻ കൈയല്ലേ? അത് രൂപയുടെ കുട്ടിയാ പണ്ടം കെട്ടിക്കൊടുത്തത്. നോക്ക്, ആ കെട്ടിക്കൊടുത്ത കാര്യമല്ല, നിന്റെ വലതേ കൈ. സ്വത്തോ മുതൽ
വേണ്ടേ? വേണം. മക്കളെ ഭാഗ്യം ഉണ്ടെന്ന് കൂടി നോക്ക്. പറഞ്ഞാലേ കേട്ടോളൂ. അതാ കേക്കട്ടെ. പത്ത് മക്കൾക്ക് യോഗമുണ്ട് ഭാഗ്യവാനാണച്ചാ. പത്ത് മക്കളിൽ യോഗമുണ്ട് ഭാഗ്യവാനാണച്ചാ. പത്ത് മക്കൾ യോഗമുണ്ട് ഭാഗ്യവാനാണച്ചാ. പത്ത് മക്കളിൽ യോഗമുണ്ട് ഭാഗ്യവാനാണച്ചാ. മതിയേ മതി. നാളെ മുതൽ ഞാൻ ഈ പണിക്കില്ല. ഈ പണിക്ക് ഞാനില്ലാന്ന്. കാര്യം പറ. 10 മക്കളുണ്ട്. 10 മക്കൾക്ക് യോഗമുണ്ട്. 10 മക്കൾക്ക് യോഗമുണ്ട് എനിക്ക്. അതുകൊണ്ട് നീ ഇതിന് വരില്ല എന്ന് പറഞ്ഞാ ഈ പണിക്ക് വരില്ലോ. എന്താ കാര്യം? അവരിന് ഓരോ തന്നെ പണിക്ക് വിളിച്ചിട്ട് പോയിട്ടാണെങ്കിലും എടാ. എന്റെ കാര്യം നടത്തൂല്ല അങ്ങോട്ട്. അല്ലാണ്ട് കൊറോണ കാരണം നമുക്ക് തൊഴിലേ ഇല്ലാണ്ട് പോകും. പത്തനം കൊടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിനെ കേട് വരുത്താൻ നിൽക്കണ്ട. 10 ഉണ്ട് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെ. അപ്പോഴേക്ക് ഇങ്ങനെ ചാടാൻ പറഞ്ഞല്ലോ. അല്ല 10 ഉണ്ടല്ലോ. ആ 10 മക്കളുടെ യോഗം അറിയണ്ടേ? അതിന്റെ ഫലങ്ങൾ അത് അറിയില്ല. യോഗം അറി. അതിന്റെ യോഗങ്ങൾ എങ്ങനെയുണ്ട്? പറഞ്ഞാലേ കേട്ടോളൂ. പത്ത് മക്കൾക്ക് യോഗമുണ്ട് ഭാഗ്യവാനാണ് ഞാൻ. പത്ത് മക്കളിൽ യോഗമുണ്ട് ഭാഗ്യവാനാണച്ചാ. പകുതിയതി ചത്തുപോകും സങ്കടപ്പെടണ്ട. അതിനെ കൊണ്ട് നാം തോറ്റടപ്പ. എന്തേ? 10 മക്കൾക്ക് യോഗം ഉണ്ട് പറഞ്ഞപ്പോ നാത്തിരി സമ്മാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? പകുതി അതി ചത്തും പോകുന്നു. പകുതി പകുതി 5 പോകും. പോട്ടെ പോട്ടെ, വിഷമിക്കണ്ട. ആദ്യം 5 പോയുള്ളൂ. 5 പോയി. ബാക്കി 5 ഇല്ലേ? ബാക്കി 5 ഉണ്ട്. അതിന്റെ അനുഭവങ്ങൾ എങ്ങനെ? അതിന്റെ അനുഭവങ്ങള് എങ്ങനെ? അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? പറഞ്ഞാലേ കേട്ടോളൂ. നാല് മക്കൾ യമപുരത്ത് കാലനോട് ചേരും. നാല് മക്കളുടെ മൗര്യത്തിൽ ആരനോട് ചേരും. നാല് മക്കൾ യമപുരത്ത് കാലനോട് ചേരും. നാല് മക്കളുടെ മൗര്യത്തിൽ ആരനോട് ചേരും. ഇത് വരികയാണ്. ഇത് എന്തേ? ഈ പണ്ട് 10 മക്കളുണ്ട് പറഞ്ഞപ്പോ 5 പോകും പറഞ്ഞപ്പോ 5 ഉണ്ട് പറഞ്ഞ സന്തോഷപ്പെട്ടു. അതെ. ബാക്കി 4 എന്താണ്? 4 എന്താണ്? 4 അടുത്ത് യുദ്ധത്തിന് പോകുന്നു. എടാ, എന്തായാലും നീ ഭാഗ്യവാനാണ്. അതെ അതെ. 4 മക്കൾ യമപുരത്തിൽ യമപുരത്തിൽ കാലനോട് ചേരും. കാലിനോട് ചേർന്ന നിങ്ങളൊക്കെ ബന്ധുക്കാരായില്ലേ? ആ, കൂട്ടുകാരായില്ലേ? കാലിനടുത്ത് യുദ്ധം പറയുമ്പോ അച്ഛാ. ആ, ആയതുകൊണ്ട് ഏ, ബാക്കി ഒന്നില്ലേ? 5, 4, 9 പോയില്ലേ? അങ്ങനെ 9 പോയി. ബാക്കി ഒന്നില്ലേ? ഒരു മകനുണ്ട്. അത് ഒരെണ്ണമുണ്ട്. നല്ല മകനാണ്. നല്ല മകൻ. ആ മകനോട് കിട്ടും. അതെ. ആ മകനെ കിട്ടും. ആ മകനോട് എങ്ങനെ കിട്ടും, എന്ത് കിട്ടും കേള്. അത് മതി. ചോദിച്ചു നോക്കാം ആ കുട്ടിന്റെ. ആ മകനോട് അച്ഛന് ഒന്നും തന്നെയാണ്. എന്താ ചോദിച്ച വെച്ച് നീര് വരണ്ട വരുവോ? പറഞ്ഞാലേ കേട്ടോളൂ. നല്ല മകൻ ഒന്നുണ്ടച്ചാ. നല്ല മകൻ ഒന്നുണ്ടച്ചാ. കണ്ണ് രണ്ടും ഇല്ല. നല്ല മകനൊന്നുണ്ടച്ചാ കണ്ണ് രണ്ടുമില്ല. എന്താണ്? നല്ല മകൻ ഒന്നുണ്ടായിട്ട് അതിന് കണ്ണ് രണ്ടുമില്ല. അതന്നെ. എന്താണ് അത്? ഒന്നെങ്കിലും എനിക്ക് ദീർഘത്തോടെ കിട്ടും വിചാരിച്ചു. ഒരാൾക്കല്ലേ കണ്ണില്ലാക്കിയുള്ളൂ, ആ. രണ്ടാൾക്ക് പണിയായില്ലേ? അതല്ലേ പിന്നെ? ഈ കണ്ണില്ല പറഞ്ഞില്ലേ? അതെ. പിന്നെ അവനെ കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? ആയതുകൊണ്ട് കണ്ണില്ല പോട്ടെ. ഏ, ബാക്കി എന്തെല്ലാമാണ് കേള്. ബാക്കിയെല്ലാം ഉണ്ട്. പറഞ്ഞാലേ കേട്ടോളൂ. അത് പറഞ്ഞേക്കട്ടെ. കണ്ണുമില്ല, കാലുമില്ല, കൈകൾ രണ്ടും ഇല്ല. കണ്ണുമില്ല കാലുമില്ല കൈകൾ രണ്ടുമില്ല. കണ്ണുമില്ല, കാലുമില്ല, കൈകൾ രണ്ടും ഇല്ല. കണ്ണുമില്ല കൈകളുമില്ല കൈകൾ രണ്ടുമില്ല. എന്താ? ഇങ്ങട് വരി ഇങ്ങട്. എന്താ കാര്യം? ഈ കണ്ണുമില്ല കാലുമില്ല കൈകൾ രണ്ടുമില്ല. അതെ. ഞാൻ ആ ചെക്കനെ എന്താന്ന് അരിയാട്ടം കൊണ്ട് ഇരുത്താൻ പറ്റുവോ? അല്ലേ, അപ്പൊ വേലപടി പൂരം ഉണ്ടെങ്കിൽ ഒരു ഉപയോഗം കൊണ്ട് മരുന്നെങ്കിലും പൊടിക്കാൻ പറയാം. അപ്പൊ അതുമില്ല. അതുമില്ല. ആയതുകൊണ്ട് ഏ. അവസാനം നിന്റെ സ്ഥിതി എന്താണെന്നൊന്ന് അറിയണ്ടേ? മക്കള് പോയാ പോട്ടെ, എന്റെ സ്ഥിതി അറിയണ്ടേ? അറിയണ്ടേ? സ്വത്തറിഞ്ഞ് അറിയണ്ടേ? എന്റെ സ്വത്തറിഞ്ഞ് അറിയണ്ടേ? പിന്നെ എന്റെ സ്വന്തം നടക്കണം അറിയണ്ടേ? അതെ, അത് എങ്ങനെയാണെന്നൊന്ന് അന്വേഷിക്കും. അതെങ്ങനെ
എന്നുവെച്ചാ എന്നെ കളിച്ചേറ്റ് ഇന്ന് പിരിച്ചു പറഞ്ഞ എന്താ കാര്യം? ഞാൻ നാളെ മുതൽ കളിക്ക് വരാം. എവിടെയാണ് പരിപാടി? എവിടെയാണ് അല്ല പരിപാടിയുടെ കാര്യമായിട്ട് കാര്യം പറ. നാളെ മുതൽ ഞാൻ പരിപാടിക്ക് എത്താന്ന്. അതെ. മക്കളാണ് പറയുമ്പോൾ ഞാൻ പഠിക്കാന്നൊക്കെ പറഞ്ഞു. പോട്ടെ, എന്ത് പറഞ്ഞു? ഉള്ള മുതലൊക്കെ പോയി ഞാൻ പിച്ചക്കാരനാകുവേ. അങ്ങനെയല്ല പറഞ്ഞു. നീ അന്യർക്ക് പിച്ച കൊടുക്കുന്ന ഒരു ധന്യനായിട്ട് കണക്കാക്കിയാൽ മതി മനസ്സിൽ. അങ്ങനെ അങ്ങനെ അത് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറഞ്ഞ പറഞ്ഞത് കേക്കട്ടെ. കണ്ടത് പറയിനക്ക കാശടിക്ക് വേഗം. കണ്ടത് പറയിനക്ക കാശടിക്ക് വേഗം. അച്ഛാ, അങ്ങനെ പറയല് ഒരുപാട് പറയുന്നില്ല. ഒരുപാട് അങ്ങട് പറയും. ഭർത്താവുണ്ട്. ഭർത്താവുണ്ടോ? അതെ, ഇന്ന് സമയം നേരം ഇല്ലാണ്ട് വേഗം വിളിക്കും. എന്ത് വിളിക്കണം? അതെ, കാണോന്ന് വിളിക്കും. കുട്ടനാണോ? നിന്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. വാ, കെട്ടിടന്ന് വാ നോക്കട്ടെ. ലക്ഷ്മി ഇവിടെ വന്നോ? ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ വിട്ടുപിരിഞ്ഞിട്ട് മാസമാറായി. 6 മാസം കഴിഞ്ഞു. 6 മാസം വരെ നീ എവിടെ പോയി? ഞാൻ വളരെ കഷ്ടത്തിലായില്ലേ. വളരെ ദുഃഖത്തിലായി. തൃശ്ശൂര് പൂരപ്പറമ്പിൽ വെച്ച് പിരിഞ്ഞു പോയതാണ്. ഓ, നിന്റെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോയി. അവൾ എങ്ങനെയാണെന്നറിയോ? ആ കുട്ടി അങ്ങനെയാണ്. വേണ്ട സ്ഥലം തടി തായാതിമ്പ സുഖം വയ്യ. ഈ കാമരസത്തിന് മീരെ രസമേതുമില്ല എന്ന് കണ്ടറിഞ്ഞു മകാന്മാர்கள் പാടിയേ. താമരസത്തിന് മീതെ രസമതുമില്ലാത്തപ്പോൾ കണ്ടറിഞ്ഞു മഹാന്മാர்கள் പാടിയേ. പ്രേമമെന്ന പണ്ടാശപ്പോൾ ഏതുമില്ല പൊന്നെ, പൊന്നിന് വേണ്ടിയായി. എടി പ്രേമകൊണ്ട പെണ്ണാശപ്പോ ഏതുമില്ല തങ്കം ഇങ്ങനുള്ള ഭാര്യ ലക്ഷ്മിക്കുട്ടി നിങ്ങളുടെ കൈവശമുണ്ട് പറഞ്ഞു. ഇത്ര നേരം ഈ കൈ വശം ഉണ്ടായിരുന്നു. ഇപ്പൊ നേരം വെളുക്കാനായില്ലേ? ഏയ്, ഇപ്പൊ ഈ കൈയാണ് വശം. അവളെ കാണാതെ കണ്ണിങ്ങനെ പൊരിയാണ്. എന്നാ പിള്ളേർക്ക് വാരി കൊടുക്ക്. കണ്ണ് പൊരിയ ആ. അതല്ല ചാ, ഏ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കഴിക്കാത്ത ആളല്ലേ. അയ്യ, ഞാൻ കഴിക്കണില്ല. എന്ത്? 6 മണിക്ക് പണിമാറി വരുന്ന കാണണം. കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ആ കാര്യം. അത് കഴിച്ചാലല്ലേ അതിന്റെ വിഷമം എന്താണെന്ന് അറിയുള്ളൂ. അത് ശരിയാണ്ട്. അപ്പൊ അവളെ വേഗം ഇറന്ന് വിളിക്കുന്നു. ഇറന്ന് വിളിക്കണം. അതെ, എങ്ങനെ വിളിക്കണം? ലക്ഷ്മി കുട്ടിയെന്ന് വിളിക്കുന്നത്. ലക്ഷ്മി പറഞ്ഞ നിന്റെ ഭാര്യ. അതെ, വിളിച്ച് വേഗം കാണിക്കാം. വിളിക്ക്. അരെ കുട്ടി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ, ഇതിലല്ലേ ഞാൻ കൊടുത്തി. ഇതിലല്ലേ അൻപ്. ഇതിലല്ലേ ഞാൻ വക്കത്തപ്പ വടക്കനാഥാ. എന്റെ പക്കത്തപ്പ ചക്കച്ചവടക്കാരാ. ഞാൻ വിളിക്കുന്ന ദൈവം തൃശ്ശൂര് വടക്കനാഥ ക്ഷേത്രം. ഞങ്ങളുടെ തറവാട്ട് ദൈവം വിളിച്ചാ വിളി കേൾക്കുന്നതാണ്. അതെ, അതിലെ ആ അമ്പലത്തിന്റെ ഭഗവാൻ പരമശിവനെയാണ് ഞങ്ങൾ വിളിച്ചത്. അതെ. 6 മാസമായി എന്റെ ഭാര്യ വിട്ട് പിരിഞ്ഞു പോയിട്ട് ലക്ഷ്മി. 6 മാസമായി. അതെ, ഞങ്ങൾ പൂരപ്പറമ്പിൽ വെച്ചിട്ട് പിരിഞ്ഞു പോയതാണ്. അവിടെ ആന പേരണ്ട് പോയി. ആനയുണ്ട്. അതെ, അതാ ആന വിരണ്ടത്. ഓ, ആന വരണ്ടോ? അവിടെ വെച്ച് പിരിഞ്ഞു പോയതാണ്. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ ഇവിടെ വെച്ച് കള്ളുമുട്ടിയാ? അല്ല, കല്ല് കഴിക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ ഓ, ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ എനിക്ക് അവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വെള്ളക്കൊണ്ട. ഇത്ര നേരം നിങ്ങളുടെ സഹായം വന്നു. ഇനി നിങ്ങളുടെ സഹായം ആവശ്യമില്ല. നേരം വെളുക്കാരായില്ലേ? നിങ്ങൾ ഇറന്ന് പോകും. ഇറന്ന് പോയിട്ട് കൊലമ്പാപ്പിയൊക്കെ വലിച്ചു. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തലയിടണ്ടാന്ന്. ഇതിന്റെ ഉള്ളിൽ തലയുള്ള പോണെങ്കിൽ ഒരു കാര്യമാണ് ഇടാ. ഞാൻ അവളോട് 2 വാക്ക് ചോദിക്കണം. ചോദിക്കുന്നോക്കട്ടെ. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ ആചാരപ്രകാരം വടക്കനാഥ ക്ഷേത്രത്തിൽ കൊണ്ട് നിലവിളക്ക് പോയി കൊളുത്തി സത്യം ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുള്ളൂ. നീ ഇപ്പൊ കാര്യങ്ങൾ ചോദിക്കേ. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക. ഞങ്ങൾ മാറി നിൽക്കും. എവിടെ പോയി കണ്ടോ? എവിടെ പോയടി പൂരപ്പറമ്പിൽ വെച്ചിട്ടെന്നെ പിരിഞ്ഞു നീ. താനെവിടെ പോയടി പ്രമാദവി, താനെവിടെ പോയടി. പൂരപ്പറമ്പിൽ വെച്ചിട്ട് താനെവിടെ പോയടി കുറുമാധവി, താനെവിടെ പോയടി. പൂരപ്പറമ്പിൽ വെച്ചിട്ടെന്നെ പിരിഞ്ഞു നീ. താനെവിടെ പോയടി പ്രമാദവി, താനെവിടെ പോയടി.
മാത്രം പോരാ. ബിജു അച്ഛാ, ഓ ഇവളെ ഞാൻ എങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വേണ്ട, എന്നാ പിന്നെ കൈ കെട്ടി വിട്. ഞങ്ങൾ ആചാരപ്രകാരം ഒരു നിലവിളക്ക് കൊളുത്തി സത്യം ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ഓ നിലവിളക്ക്. നിങ്ങൾ വിളക്കെടുത്തിട്ട് വരും. ഇതുവരെ വിട്ടു പിരിഞ്ഞടി മകാഭാവി ആ ബന്ധം തന്നാള ലക്ഷ്മി ബന്ധം തന്നാള ഈശ്വരകൽപ്പന നാൾവിളയാതെ ഇതുവരെയും പിരിഞ്ഞ് നമ്മൾ ഇതുവരെയും പിരിഞ്ഞ് ഇവിടെ വച്ചു കണ്ടതിനാല് ഈ വിധം പറയണ്ട എന്നെ ഈ വിധം പറയണ്ട. എന്തായാലും നമ്മുടെ ചോദ്യക്കാരൻ ബിജു അദ്ദേഹം വിളക്കെടുക്കാൻ പറഞ്ഞു. വിളക്ക് കൊണ്ടുവന്നു, നിലവിളക്ക് കൊളുത്തി സത്യം ചെയ്ത ശേഷവും സംശയങ്ങൾ തീരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിളക്ക് കൊണ്ടുവന്നല്ലോ, അതെ, വിളക്ക് കൊളുത്തിയിട്ട് കൊണ്ടുവരണ്ടേന്ന്. കൊളുത്തിട്ടല്ല കൊണ്ടുവന്നത്. നിങ്ങളെന്താ അവിടെ ഊതിക്കെടുത്തിയത്? ഇങ്ങനെ പറ്റില്ലേ? വിളക്ക് കൊളുത്തിന്ന്. വിളക്ക് കൊളുത്തണം. പക്ഷെ കുട്ടി വിളക്ക് കൊളുത്താൻ പറയും. ഏയ്, വിളക്ക് കാറ്റാണ്, അതുകൊണ്ട് നിൽക്കില്ല. എന്തായാലും തിരി കൊളുത്തി. തിരിയില് എവിടെ കൊളുത്തി? തിരി കൊളുത്തിന്ന്. തിരി കൊളുത്തണം. എന്നാലും ഇവിടുന്ന് കൊളുത്തി. നിന്നെ തിരിയാനല്ല പറഞ്ഞേ, തിരി കൊളുത്തേ. ഓ ഇത്തിരി കൊളുത്തി. അതിന് ഓരിസം നോക്കട്ടെ. നീന് കൊടുക്കുമ്പോ കൊളുത്തുമ്പോഴേ കാര്യണ്ട്. അടി കൊളുത്തണ്ട, അടി കൊളുത്തന്നാലേ അത് പിടിക്കുള്ളൂ. ഏയ്, എവിടെ കൊളുത്തത്? നിങ്ങളെല്ലാം നടി കൊളുത്താൻ പറഞ്ഞ പറഞ്ഞ പണി ചെയ്തു. വിളക്കിന്റെ അടിയിലല്ലടാ. തിരിയില്ലേ? പിന്നെ തിരിയില്ലേ? അപ്പഴേ കാണിച്ചു തന്നു. ഇന്നെന്ത് പറഞ്ഞു? അല്ല, പണിയില്ലാണ്ടിരുന്ന എല്ലാവരും തിരിച്ചല്ലേ, ഞാൻ തിരിച്ചലല്ല. ആദ്യം തലപ്പ് പിഴി, തലപ്പ് പിഴിയണം. എവിടെ? വിളക്കിന്റെ നിറകിൽ തലപ്പല്ല പിഴി, തിരിന്റെ തലപ്പ്, തിരിന്റെ തലപ്പ് ആദ്യം പിഴി. 1.5 വർഷം കിട്ടിയില്ല പറഞ്ഞ മുതലാക്കുന്നില്ലേ? ആദ്യം പിഴി. കൊളുത്തിയാ കൊളുത്തിയാ. നിങ്ങളുടെ മേധാറ് പോലെ ഇവിടെ ആകണ്ടേ? അതിനെന്ത് വന്ന് വഴി? എന്റെ അച്ഛനും അമ്മ ആശ വച്ച് തന്നിയോരാണ് തൊട്ടിട്ടില്ലാലോ തൊട്ടിട്ടില്ലാലോ. അന്യരാണ് തൊട്ടിട്ടില്ലെന്ന് അതിലൊരു സത്യവും ലക്ഷ്മി അതിലൊരു സത്യവും. നന്നാണ് നീ കൽച്ചണ സഭയിൽ ദീപം തൊട്ടിട്ട് ലക്ഷ്മി ദീപം തൊട്ടിട്ട് മുത്തങ്ങയായി താണു കൊണ്ടും ലോകത്തില്ലടാ ലോകത്തില്ലല്ലോ കത്തിയെറിയുന്നാൽ തുമ്പിയായിട്ടാണു പെണ്ണു ലോകത്തിലേടോ നാളു ലോകത്തിലേടോ കത്തിയെരിയാടിവത്താന് സത്യമാണല്ലോ. നാടു സത്യമാണല്ലോ. മുത്തങ്ങയായി താണു കൊണ്ടും ലോകത്തില്ലടാ പാടി ലോകത്തില്ലടാ കത്തിയെറിയുന്നാൽ അച്ഛാ, ഞാനെന്തായാലും എൻ്റെ ഭാര്യ ലക്ഷ്മിയെ ആവശ്യമില്ലാതെ അടിക്കുകയും തല്ലുകയൊക്കെ ചെയ്തു. എൻ്റെ ഭാഗത്ത് വന്ന സംശയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്തായാലും ഞാനൊരു പാപിയാണെന്ന്. ഇനി എന്ത് ഭാവിത്തെ മഹാഭാവിയാണ്. നിരപരാധിയായ എൻ്റെ ഭാര്യനെ എനിക്ക് ഇത്രയും ഉപദ്രവിക്കേണ്ട യാതൊരു കാര്യമില്ല. അവളെ ഞാൻ ഇനി എങ്ങനെയാ എൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക? കുട്ടേ, നീ എന്തിനു വേണ്ടി നിന്റെ ഭാര്യനെ സംശയിച്ച്?
അവിടെ ഇനി വേണ്ട, ഒരു സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ ഞാൻ നല്ല വാക്ക് പറയട്ടെ. നല്ല വാക്ക് പറഞ്ഞിട്ട് പോ. കടുമുലിയ മോഹവിചാരം ഒളിമറവായ സ്ഥലമത് തേടി എന്നെ വിളിച്ചാണ് മറമായ തലമത് തേടി എന്നെ വിളിച്ചാണ്. ഏതായാലും ഞാൻ എൻ്റെ ഭാര്യൻ്റെ സംശയങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ തിരുവനന്തപുരം ഞങ്ങളുടെ നാട്ടിലേക്ക് പോകണം. ആ പോകുന്നതോടുകൂടി ഒരു സന്തോഷം പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട്ടിൻ്റെ പൊറാട്ട് കളിയുടെ പാട്ട്, പാലക്കാട്ടിൻ്റെ ഒരു പാട്ട് എഴുതിയൊരു നമ്മുടെ പരേതനായ മൺമറഞ്ഞു പോയ ഒരു കവിയുണ്ട്. അദ്ദേഹമാണ് പാലക്കാട്ടിൻ്റെ പാട്ട് എഴുതിയ ആൾ. ചെമ്പകശ്ശേരി വിശ്വം സാറ്, ചിറ്റൂർ ഏരിയ സെക്രട്ടറിയും പൊറാട്ട് കളിയുടെ സെക്രട്ടറിയും പൊറാട്ട് കളി എല്ലാ മേഖലയിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹവും നമ്മുടെ കുട്ടാട്ടൻ എന്ന ഷടാനന്ദൻ അനിക്കത്തും അവരുടെയൊക്കെ പിൻബലം കൊണ്ടാണ് നമുക്ക് നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത്. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ചെമ്പകശ്ശേരി വിശ്വം സാർ എഴുതിയ പാണപ്പൊറാട്ടിലൊരു പാട്ടാണ് കാടും മലകളും. പെട്ടെന്ന് പല വേദികളിലും അത് പാടിക്കൊണ്ട് പോകുന്നുണ്ട്. അത് പാടി എഴുതിയത് പൊറാട്ട് കളിപ്പാട്ട്. ആ പൊറാട്ട് കളിപ്പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്. അതോടുകൂടി ഈ പൊറാട്ട് കളി ഇവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് രണ്ടുപടി പാടാണ്ടിരുന്നാൽ നമ്മുടെ മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് ആ പാട്ട് എന്താ കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. 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 എന്താ കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളുടെ പാലക്കാട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും വേറെയുണ്ട്. ഈ പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന, പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പന കാണുണ്ട് കള്ളുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പന കാണുണ്ട് കള്ളുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുമ്പോൾ കരിമ്പന കാണുണ്ട് കള്ളുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുമ്പോൾ കരിമ്പന കാണുണ്ട് കള്ളുണ്ട്. എന്നാ പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പന കാണുണ്ട് കള്ളുമുണ്ട്. തേരോട് വീതികളുണ്ട് പാലക്കാട്ടിൽ, വേലയും പൂരവും മാറയുണ്ട്. എന്നാ പൊരിയുന്ന വെയിലത്ത് തുടികൊട്ടി പാടുന്ന കരിമ്പന കാണുന്നുണ്ട് കള്ളുമുണ്ട്. തേരോട് വീതികളുണ്ട് പാലക്കാട്ടിൽ, വേലയും പൂരവും മാറയുണ്ട്. എന്നാൽ ആദി പുതുച്ചേരി വേലക പറയുമ്പോ, ആദി പുതുച്ചേരി വേലക പറയുമ്പോ അന്തം കോങ്ങാട്ടിലാണെന്നറിയും. ആദി പുതുച്ചേരി വേലക പറയുമ്പോ അന്തം കോങ്ങാട്ടിലാണെന്നറിയും. എന്താ കേൾവി കേട്ടൊരു ദേശമുണ്ടല്ലോ, കേൾവി കേട്ടൊരു ദേശമതുണ്ടല്ലോ, OV വിജയൻ സ്മാരകമുണ്ട്. കേൾവി കേട്ടൊരു ദേശമതുണ്ടല്ലോ, OV വിജയൻ സ്മാരകമുണ്ട്. എന്താ കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളും
കാവുമുണ്ടല്ലോ കാവും കുളങ്ങളും വേറെയുണ്ട്